അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ബീൻസ് മെഴുക്ക് പുരട്ടി. റെസിപ്പി നോക്കിയാലോ? ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഇളക്കി തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് അത് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ബീൻസിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. ഇനി ആ സമയത്ത് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. ബീൻസ് വെന്ത് വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കണേ. ഇടയ്ക്കൊന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്, കാരണം നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ബീൻസ് കരിഞ്ഞു പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. നമ്മുടെ ബീൻസ് മെഴുക്ക് പുരട്ടി റെഡിയാണ്. അപ്പോൾ എല്ലാ തവണയും പറയുന്ന പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. താങ്ക്